കുട്ടികൾക്ക് പുതു അനുഭവം സമ്മാനിച്ച് പൊതു തിരഞ്ഞെടുപ്പിന്റെ മാതൃകയിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ ആദ്യമായി വോട്ട് രേഖപ്പെടുത്തുന്നതിന്റെ കൗതുകത്തിലാണ് കൊച്ചുകൂട്ടുകാർ. കണ്ടുവരാം. തൈക്കാട് ഗവൺമെന്റ് മോഡൽ LP സ്കൂൾ ഇന്നാകെ തിരഞ്ഞെടുപ്പ് ചൂടിലാണ്. ഊഴം കാത്തുള്ള ക്യൂവിലാണ് ഇവരെല്ലാവരും. കൊച്ചുമുഖത്ത് ആവോളം ഗൗരവത്തോടെ ക്രമസമാധാന പാലകരായും കുട്ടിക്കൂട്ടുകാർ തന്നെയുണ്ട്. അതീവ ശ്രദ്ധയോടെ തെറ്റുകുറ്റങ്ങളൊന്നും വരാതെയാണ് ഓരോ വോട്ടും രേഖപ്പെടുത്തുന്നതെന്ന് ഉറപ്പുവരുത്തുകയാണ് പോളിംഗ് ബൂത്തിലെ ഉദ്യോഗസ്ഥർ. വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി മാറുകയാണ് സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ. ജനാധിപത്യ രീതിയിൽ പൊതു തിരഞ്ഞെടുപ്പിന്റെ അതേ മാതൃകയിലാണ് കുട്ടികളുടെ ഇലക്ഷനും നടക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പണം മുതൽ ഫലപ്രഖ്യാപനം വരെ കൃത്യമായ മാനദണ്ഡങ്ങളിലൂടെയാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ മീറ്റ് ദ കാൻഡിഡേറ്റ് പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഭരണാധികാരികൾക്ക് വരെ മാതൃകയാകത്തക്ക രീതിയിലാണ് കുട്ടികളുടെ പ്രതികരണം. ജനാധിപത്യത്തിൽ പരസ്പര ബഹുമാനമാണ് പ്രധാനമായിട്ടുള്ളത്. ആ പരസ്പര ബഹുമാനം ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആവേശഭരിതമായി നടക്കുന്ന ഇലക്ഷനു ശേഷം വിദ്യാർത്ഥികളെ ആകെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി നാളെയാണ് വിജയികളെ പ്രഖ്യാപിക്കുക. അവർക്ക് ആവുന്നത്ര പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. അവർക്ക് ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും എൻ്റെ ഭാഗത്തു നിന്ന് അവർക്കുണ്ടാകും. അവരെ ഓരോ കലാകായിക മത്സരത്തിലും വിജയിപ്പിക്കാൻ ഞാൻ സഹായിക്കും. ഞാൻ ഈ സ്കൂളിൽ മുഴുവൻ പൂക്കൾ നടും. എൻ്റെ ചിഹ്നമായിട്ട് വരുന്നത് പൂവാണ്. ഞാൻ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യാൻ സഹായിക്കും എല്ലാവരെയും. അതിനോടൊപ്പം കുട്ടികളെ പഠിക്കാനും ഞാൻ സഹായിക്കും. വോട്ട് ചെയ്തിറങ്ങിയവർക്കെല്ലാം ഇടം കൈയിലെ ചൂണ്ടുവിരലിൽ വരച്ചു കൊടുത്ത നീലമഷി കൗതുകമാണ്. ഉള്ളിൽ തകൃതിയായി വോട്ടിംഗ് നടക്കുമ്പോഴും സ്കൂൾ വരാന്തയുടെ ഓരോരത്ത് മാറിയിരുന്ന കളിയിലാണ് നമ്മുടെ മത്സരാർത്ഥികൾ. വാശിയോ പരാതിയോ പിണക്കമോ ഒന്നുമില്ല. ഉള്ള നിറഞ്ഞ സൗഹൃദമാണ് ഈ മുഖങ്ങളിൽ. അങ്ങനെ 4 മത്സരാർത്ഥികളുണ്ട്. ഒരാൾ നേതാവാകും. അതിൽ കുറഞ്ഞ വോട്ട് കിട്ടുന്നവർ അടുത്തടുത്ത പോസ്റ്റിലേക്ക് പോകും. അങ്ങനെ കുട്ടികളും തെരഞ്ഞെടുപ്പ് എന്താണെന്നും വോട്ടിംഗ് പ്രോസസ്സ് എന്താണെന്നും ഒക്കെ അറിയുകയാണ്. അവർക്കിതൊരു പുതിയ അനുഭവമായിട്ട് മാറുകയാണ്. ക്യാമറാമാൻ രതീഷ് വെൺപകലിനൊപ്പം ഇന്ദുലേഖ രേണു, മാതൃഭൂമി ന്യൂസ്. ഇന്ദുലേഖ രേണു തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇന്ദു, ഈ ഒരു പ്രായത്തിൽ തന്നെ എന്താണ് ഇലക്ഷൻ, വോട്ടിന്റെ പ്രാധാന്യം എന്താണ് എന്നൊക്കെ അവർ അറിഞ്ഞു വളരുന്നു എന്നതാണ്. അതോടൊപ്പം പല വാഗ്ദാനങ്ങൾ നൽകുന്ന സ്ഥാനാർത്ഥികളെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? തൈക്കാട് LP സ്കൂളിലെ കൊച്ചു കൂട്ടുകാരുടെ ഇലക്ഷൻ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം, ചില കണ്ണുകളിൽ കൗതുകമാണ്. ചിലർക്ക് എനിക്കും ഇതറിയാം, അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഒക്കെ ഇലക്ഷനൊക്കെ പോയത് കണ്ട കൗതുകത്തോടെ നിന്ന ആൾക്കാർക്ക് ഇപ്പോൾ തങ്ങളും അതിൻ്റെ ഒരു ഭാഗമാകുന്നു, അല്ലെങ്കിൽ അവർ ചെയ്തതുപോലെ ഞങ്ങളും ചെയ്യുന്നു എന്നൊരു വിചാരമാണ് പലരുടെയും മുഖത്ത്. അല്ലെങ്കിൽ മറ്റു ചിലർക്ക് തങ്ങളുടെ ക്ലാസ്സിൽ ഒരാൾ, അല്ലെങ്കിൽ സ്വന്തം കൂട്ടുകാരി അല്ലെങ്കിൽ കൂട്ടുകാരൻ ക്ലാസ് ലീഡർ അല്ലെങ്കിൽ സ്കൂൾ ലീഡറൊക്കെ ആവാൻ പോകുന്നതെന്ന് സന്തോഷമാണ്. പലരും അറിയാതെയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്, ഞാൻ ഇന്ന ആൾക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നതെന്ന്. ഇതിൻ്റെ ഒട്ടുമിക്ക പ്രൊസീജിയേഴ്സും ടീച്ചേഴ്സ് കുട്ടികൾക്ക് വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് അതുപോലെ തന്നെ അത് മനസ്സിലായിട്ടുമുണ്ട്. ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത് തൊട്ട് നാളെയാണ് ഇതിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് വരെ നമ്മളുടെ സാധാരണ ഇലക്ഷൻ എങ്ങനെയാണോ നടക്കുന്നത് അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഇലക്ഷൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ചെയ്തു കൊടുക്കുമ്പോഴത്തേക്കും അവർ കുറച്ചും കൂടി എന്താണ് സമൂഹവുമായിട്ട്, അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ അവർ മനസ്സിലാക്കി എടുക്കണം. മാത്രമല്ല ഫുൾ സപ്പോർട്ടായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് കൂടെ തന്നെ അധ്യാപകരുമുണ്ട്. മാത്രമല്ല നമ്മൾ കണ്ടു മത്സരാർത്ഥികളൊക്കെ വലിയ ആവേശത്തിലാണ്. അവരെല്ലാം സൗഹൃദത്തിൻ്റെ ഒരു വലയത്തിലാണ്. അവരെല്ലാവരും കളിയും ചിരിയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. മാത്രമല്ല ഇനി നമുക്കറിയാം കേരളത്തിൽ എല്ലാ സ്കൂളുകളിലും ഇത്തരത്തിലൊരു ഇലക്ഷൻ ആയിരിക്കും ഫോളോ ചെയ്യുക. അപ്പം ഇത്തരം കൊച്ചുകുട്ടികൾ നമുക്കറിയാം, ഇപ്പം UKG തൊട്ട് 4ാം ക്ലാസ് വരെ 213 കുട്ടികളാണ് ഈ സ്കൂളിൽ മാത്രമായിട്ട് ഇലക്ഷനിൽ പങ്കെടുത്തിരിക്കുന്നത്. ശരി, എന്തായാലും ഈ പ്രായത്തിൽ തന്നെ അവർ അറിയുന്നുണ്ടല്ലോ എങ്ങനെയാണ് ഇലക്ഷന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, വോട്ടിന്റെ പ്രാധാന്യമൊക്കെ അവർ അറിയുന്നുണ്ട്. അതുപോലെ ഇത് നടത്താൻ വേണ്ടി എല്ലാ പിന്തുണയുമായി ഒപ്പം നിന്ന അധ്യാപകർക്ക് കൂടി വലിയൊരു കയ്യടി കൊടുക്കുകയാണ്.